ജീവിത പ്രയാസങ്ങൾക്കിടയിലും മുടങ്ങാതെ പരിസരം വൃത്തിയാക്കി വാസുദേവൻ. നെന്മാറ കൊല്ലങ്കോട് റോഡിലെ ഇരുവശവും വാർഡിന്റെ വിവിധ ഭാഗങ്ങളുമാണ് സൗജന്യമായി പുല്ലുവെട്ടിയും മാലിന്യങ്ങൾ നീക്കിയും സഹദേവൻ വ്യത്യസ്തനാകുന്നത്. എറണാകുളത്ത് ജോലിയായിരുന്നപ്പോൾ തുടങ്ങിയ ശീലമാണ് സ്വന്തം നാട്ടിലും വാസുദേവൻ എന്ന 53-കാരൻ തുടരുന്നത്. 20 വർഷമായി കമ്പനിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വാസുദേവൻ നെന്മാർ വിത്തനശ്ശേരി ബ്ലോക്ക് ഓഫീസിന് മുന്നിലെ ട്രാൻസ്ഫോമറിന് ചുറ്റും പൂക്കൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. മാലിന്യം നിറഞ്ഞ പരിസരമാണ് ഇപ്പോൾ പൂത്തുലിഞ്ഞു നിൽക്കുന്നത്. 3 മാസം മുമ്പ് നട്ട തൈകളാണ് ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്നത്. വിത്തനശ്ശേരി പെട്രോൾ പമ്പ് പരിസരത്തെയും അരാക്കുളമ്പ് റോഡിലെയും പരിസരങ്ങളിലെയും പുല്ലുവെട്ടി വൃത്തിയാക്കി ഗാന്ധി ജയന്തിക്ക് മാതൃകയായിരിക്കുകയാണ് ഈ ദേശസ്നേഹി. ദിവസവും അതിരാവിലെ തന്നെ ഉറക്കമെണീറ്റ ഉടൻ പുറത്തിറങ്ങുകയാണ് വാസുദേവൻ ചെയ്യുക. വീട്ടുപരിസരത്തെയും സമീപത്തെയും മാലിന്യവും കാടുപിടിച്ച് കണ്ടാലും വാസുദേവന് ഇരിക്കപ്പുറതിയുണ്ടാകില്ല. അവ വൃത്തിയാക്കുകയാണ് പ്രധാന ഹോബി. 1985-ൽ എറണാകുളത്ത് ലോഡിംഗ് കമ്പനിയിൽ ജോലിക്കായി ചേർന്ന് 2025 വരെ അവിടെ ജോലിയെടുത്തെങ്കിലും കാര്യമായ സമ്പാദ്യമൊന്നും ഉണ്ടാക്കാനായില്ല. ഉടമ മരിച്ചതോടെ ഉടമയുടെ സഹോദരൻ കമ്പനി പൂട്ടുകയായിരുന്നു എന്ന് പറയുന്നു. എറണാകുളത്ത് മറ്റ് ജോലികളുമായി കൂടിയതിനെ മെട്രോ പാലത്തിന് താഴെയുള്ള വൃത്തികേടുകളൊക്കെ നീക്കുന്നതും ഹോബിയായിരുന്നു. 3 മാസം മുമ്പാണ് നാട്ടിൽ സ്ഥിരമായി താമസമാക്കിയത്. കമ്പനിയിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യത്തിനായി കേസ് നടത്തുകയാണിപ്പോൾ. ഭാര്യയും 2 മക്കളുമുണ്ട്. തൊഴിൽത്തർക്കം പ്രശ്നം കിടക്കുന്നുണ്ട്. അതോടെ ഹൈക്കോടതിയിൽ 20 കൊല്ലമായിട്ട് നടക്കുന്നതുകൊണ്ട് ഞാൻ നേരിട്ട് വാദിക്കാൻ പോവാണ്. എനിക്ക് ഗ്രൗണ്ട് സപ്പോർട്ടും കാര്യങ്ങളും വേണം. സേവനമാണ് എൻ്റെ ലക്ഷ്യമാണ്. ഒരു ലക്ഷ്യമുള്ളൂ. ആ ലക്ഷ്യത്തിലെത്താനുള്ള മാർഗമാണ് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. സഹായിക്കാൻ ആരുമില്ല. പ്രാർത്ഥനയാണ് വേണ്ടത് എല്ലാവരുടെയും. ആ പ്രാർത്ഥന കിട്ടുന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. താൻ നന്നായിട്ട് മതി മറ്റുള്ളവരെ നന്നാക്കാനെന്ന ഗാന്ധിജിയുടെ സന്ദേശം തന്നെയാണ് പരിസര ശുചീകരണത്തിന് തന്റെ പ്രചോദനമെന്ന് ഇദ്ദേഹം പറയുന്നു. ഞാൻ എറണാകുളത്ത് നിന്ന് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കംപ്ലീറ്റ് കാട് പിടിച്ച് കിടക്കുന്നു. ഓട്ടോറിക്ഷ സ്റ്റാൻഡും കാട് പിടിച്ച് കിടക്കുന്ന വൃത്തിഹീനമായി കിടക്കുന്നത് എൻ്റെ മനസ്സിൽ തോന്നിയതൊന്ന് വൃത്തിയാക്കി കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ തോന്നിയതാണ് ഈ കാണുന്ന സൂര്യകാന്തി ചെടിയും ഈ കാണുന്നതല്ല. എനിക്ക് വളരെ മനസ്സിന് കുളിർമ പകരുന്ന ഒരു കാര്യമാണ്. പച്ചപ്പും കാര്യങ്ങളും നമ്മുടെ വിത്തനശ്ശേരിനെ ഞാൻ വിത്ത് കൊണ്ട് മുളപ്പിച്ച് വാസുദേവൻ വിത്തനശ്ശേരി നാക്കിയിരിക്കുകയാണ്. വീണ്ടും അതേപോലെ പ്രവൃത്തികൾ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ചെയ്യും. അതിനുള്ള ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടണം. പ്ലാസ്റ്റിക് അതേപോലെ തന്നെയാണ്. തെറ്റിപ്പോയിഞ്ഞ് വലിച്ചെറിയരുത്. നമ്മുടെ അവിടെ അയൽക്കൂട്ടത്തിൻ്റെ ആൾക്കാർ വരുന്നുണ്ട്, ഹരിതശ്രീക്കാർ വരുമ്പോൾ അവർ കൊടുക്കുക. അതിന് കൂട്ടാക്കാതെ എല്ലാവരും വലിച്ചു വാരി എറിയുന്നു. അത് ഡേഞ്ചറാണ്. മണ്ണിന് കേടുവരാണ്. നമ്മൾ ജനിച്ചപ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല, പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല. പക്ഷേ ആ മണ്ണിനെ വേസ്റ്റാക്കി കാണുമ്പോൾ സങ്കടങ്ങൾ വരുന്നു. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് മനസാക്ഷിക്കനുസരിച്ചിട്ടും സ്വന്തം വീട്ടിലെ വേസ്റ്റുകൾ അവരവർ സൂക്ഷിച്ചിട്ട് വരുന്ന ആൾക്കാർക്ക് കൊടുക്കുക എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് വാസുദേവൻ. മാലിന്യം കണ്ടെടുത്ത് വലിച്ചെറിയുന്ന എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇദ്ദേഹം. വൃത്തിയാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്കോ പൊതുപ്രവർത്തകർക്കോ വേണ്ടി കാത്തുനിൽക്കാനാവില്ല. മറ്റുള്ളവരും തന്നെ അവരുടെ പരിസരങ്ങളിലേക്ക് വിളിക്കാറുണ്ടെങ്കിലും അവരവർ തന്നെ അവരവരുടെ പരിസരം വൃത്തിയാക്കട്ടെ എന്നാണ് വാസുദേവൻ പറയുന്നത്. വിത്തനശ്ശേരിയിലെ വാസുദേവേട്ടൻ ഇവിടുത്തെ എന്താ പറയുക, ഒരുപാട് മാലിന്യം ഇതൊക്കെ കിടന്നിരുന്ന സ്ഥലമാണിത്. ഇവിടവും അപ്പുറത്തെ ട്രാൻസ്ഫോമർ ഇതൊക്കെ മുമ്പിൽ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് 1000 രൂപ ഇതില്ലാതെ വൃത്തിയാക്കി നല്ല പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല പച്ചക്കറി കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതിന് മുന്നേ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കിടന്നിരുന്നത്. ഭയങ്കര മോശമായ രീതിയിലാണ് കിടന്നത്. അപ്പോൾ ആ ചെയ്യാനുള്ള അയാൾക്കൊരു തന്മനസ് എല്ലാവരും അയാളെ എന്താ പറയുക നല്ല രീതിക്ക് പ്രോത്സാഹിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇനിയും അയാൾക്ക് ഇത് ചെയ്യാനുള്ള ഒരു നല്ലൊരു മനസ്സുണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതുപോലെ ഇതുവരെ ചെയ്തിട്ടുമുണ്ട്. നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.